ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, തെക്കൻ ഭാഗം തേവലക്കര, നമ്മുടെ സ്വന്തം നാട്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമ്മുടെ വണ്ടിയുടെ ക്ലീൻ സ്പെക്ക് റിവ്യൂ, നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തത്. നേരെ ഷോറൂമിൽ നിന്ന് എടുക്കുന്നു. ഫസ്റ്റ് ഡേ ഷോറൂമിൽ നിന്ന് എടുക്കുന്നു. സെക്കൻഡ് ഡേ നമ്മൾ അലോയ് വീൽ ചെയ്യുന്നു. നമ്മൾ അലോയ് വീൽ ചെയ്തു. ഓണിക്സിൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 16 ഇഞ്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് മോഡിഫിക്കേഷൻ തന്നെ വണ്ടിയിൽ അതായിരുന്നു വന്നിട്ടുള്ളത്. നമ്മൾ 16 എന്തുകൊണ്ട് നമ്മൾ 17 ചൂസ് ചെയ്തില്ല, നമ്മൾ 16 എന്താണ് 16 ഇഞ്ച് നമ്മൾ സെലക്ട് ചെയ്യാനുണ്ടായ കാര്യം, അല്ലെങ്കിൽ 17 ഇഞ്ച് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തില്ല എന്നുള്ള മെയിൻ റീസൺ ആയിരുന്നു ടയർ. നമുക്കിതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത് 35K ആണ്. അലോയ് മാത്രം 4 പീസ് 4 ഹോള് വരുന്ന അലോയ്ക്ക് നമുക്ക് 35K ആണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അഡീഷണൽ നമ്മൾ ഈ ടയർ മാറ്റിയിട്ട് 17 ഇഞ്ച് ചൂസ് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ ലോ പ്രൊഫൈൽ ടയറും കൂടെ എടുക്കണം. അപ്പം നമ്മുടെ ലോ പ്രൊഫൈൽ ടയർ നമ്മുടെ മാർക്കറ്റ് യോക്കോഹാമ പലതരം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ള ടയേഴ്സ് ഉണ്ട്. നല്ല ബ്രാൻഡ് നോക്കി വരുമ്പോഴത്തേക്കും സിംഗിൾ ടയറിന് 6 to 7K ആ റേഞ്ച് വരും. അപ്പം നമ്മൾ ആ ഒരു ടയർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ അഡീഷണൽ കുറച്ചും കൂടെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഒരുപാട് ലോ പ്രൊഫൈലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് വന്നിട്ട് ഈ ഇച്ചിരി ഉള്ളേരിയ ആയതുകൊണ്ടും പിന്നെ കുറച്ച് ഇടാനുള്ള പരിമിതികളുണ്ടായിരുന്നു. സോ നമ്മൾ സ്റ്റോക്ക് ടയർ തന്നെ ഇതിൻ്റെ 16 ഇഞ്ചിൽ സ്യൂട്ടാവുന്ന കാരണം നമുക്കിത് സെറ്റായിരുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് മോഡിഫിക്കേഷൻ വന്നിട്ടുള്ളത്, നമ്മളൊരു ബാറ്റ്മാൻ മിററിൻ്റെ കപ്പ് വെച്ചിട്ടുണ്ട്, ബാറ്റ്മാൻ കവർ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് ഏരിയ ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് ഏരിയ വന്നിട്ട് മൊത്തം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. നമ്മൾ എസ്പെഷ്യലി നമ്മൾ അഡീഷണൽ വെച്ച പാർട്ട്, ഈ ഒരു പാർട്ട് സുസുക്കിയുടെ ലോഗോ, പിന്നെ നമ്മൾ താഴത്തെ ഈ ഒരു പോർഷനും നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അഡീഷണൽ വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ബമ്പർ ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് 3 പാർട്ടായിട്ടാണ് വരുന്നത്. നമ്മൾ വേറൊരു സൈറ്റ് വഴി നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചതാണ്. സോ അവരുടെ പേജിൻ്റെ ലിങ്ക് നമ്മൾ ഇട്ട് തരാം. സോ 3 പാർട്ടായിട്ട് വന്നത്, അത് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് ഗവൺമെൻറ് റൂൾ പ്രകാരം നമ്മൾ 50% ഗാർവെയറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ബ്രാൻഡ്, ഗാർവെയറും. പിന്നെ നമ്മൾ ഫ്രണ്ട് നമ്മൾ 75% ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നമ്മൾ ടിൻഡ് ചെയ്തിട്ടുണ്ട്. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ അധികം ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ടയറൊന്നും നമ്മൾ വെളിക്ക് ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ എക്സ്റ്റൻഷൻ ഇട്ടിട്ട് അല്ലെങ്കിൽ കപ്പ് ഇട്ടിട്ട് നമ്മൾ പുറത്തോട്ട് ഇടാറുണ്ട്. പക്ഷെ നമുക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. വെറുതെ എന്തോത്തിനാ മതി. പിന്നെ നമ്മൾ ഇതൊക്കെ എക്സ്ട്രാ നമ്മൾ ടർബോ എന്നുള്ള ഒരു സ്റ്റിക്കറൊക്കെ മേടിച്ചിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ വന്നിട്ട് നമ്മുടെ സ്പോയിലർ, ദ മെയിൻ സാധനം, അത് നമ്മൾ വലിയ രീതിക്കൊന്നും ചെയ്യാതെ നൈസായിട്ടാണ് സെറ്റിങ്സ് ഒക്കെ ചെയ്തേക്കുന്നത്. നല്ല ക്ലീൻ, നമ്മുടെ ഇതിന് സെറ്റായിട്ടുള്ള രീതിയിലാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഓക്കെ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. അതൊക്കെയാണ് നമ്മൾ പുറമേ ഉള്ള മോഡിഫിക്കേഷൻ. നമ്മൾ ഇൻറ്റീരിയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റീരിയോ ഒക്കെ അത്യാവശ്യം നല്ല സാധനമാണ്, കുഴപ്പമില്ല. നമ്മൾ സ്റ്റീരിയോ എന്തായാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പിന്നെ സീറ്റ് കവർ ഒന്നും ചെയ്തിട്ടില്ല. ലാപ്പ മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നല്ല ഷേപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ നോർമൽ റെക്സിൻ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലെതറിൽ നമ്മൾ ചെയ്യാൻ താല്പര്യമില്ല. സോ ഇൻറ്റീരിയറിലോട്ട് നമ്മൾ അധികം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ക്ലീൻ സാധനം നമ്മൾ വെച്ചിട്ടുണ്ട്. JBLൻ്റെ 1300 വാട്ട്സിൻ്റെ ഒരു സബും ഒരു ബോക്സും, പിന്നെ നമ്മളൊരു സോണിയുടെ എക്സ്പ്ലോഡും നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നല്ല നമ്മൾ സ്റ്റോക്ക് സ്റ്റീരിയോയിൽ നിന്ന് തന്നെയാണ് ഔട്ട് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് പഴയ ബോക്സാണിത്. അപ്പം നമ്മൾ ഈ ബോക്സും ചിലപ്പോൾ ഈ സബ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്തു, ഇതിനകത്ത് തന്നെ അങ്ങ് സ്ക്രൂ ചെയ്ത് വെച്ചു. സാധാരണ ആരും അങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കത്തില്ല. നമ്മൾ എന്നാലും ഇച്ചിരി ഡിക്കി സ്പേസ് നമ്മൾ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങോട്ട് എടുത്ത് വെച്ചാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഡെലിവറി കണ്ടു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത മോഡിഫിക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്ന ഇത് കണ്ടു. സോ നിങ്ങൾ പറഞ്ഞ കണക്ക് നിങ്ങളൊരു ഫ്രോൺസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ഞാൻ ഈ വണ്ടി വന്നിട്ട് 1.2 അല്ല, 1 ലിറ്റർ 3 സിലിണ്ടർ ബൂസ്റ്റർ എഞ്ചിനാണ്. സോ നമ്മൾ ഈ 1 ലിറ്റർ കൊണ്ട് അല്ലേ ക്രിട്ടിസൈസ് ചെയ്യരുത്. വണ്ടി ഡ്രിവൺ ചെയ്ത് നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക, മാസ്റ്റർ പീസാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഒരു ഫുൾ ത്രോട്ടിൽ വീഡിയോ, മീൻസ് എൻ്റേതായിട്ടുള്ള രീതിയിൽ ആളില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ ത്രോട്ടിൽ കൊടുക്കുന്നൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം.
അടിപൊളി, ഒരു രക്ഷയില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പം വീഡിയോ ഇന്നത്തോടെ വൈൻഡപ്പാണ്. കാരണം ഇനി ബ്രദർ ഇനി വരണം, നാട്ടിൽ വരണം, നമ്മുടെ സ്വന്തമാണ്. അവൻ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ ലോങ് റൈഡ് നമ്മളെന്തായാലും പോവും. സോ അപ്പം എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ 136 സബ്സ്ക്രൈബേഴ്സിനോട് സ്നേഹം മാത്രം, ഇനി വരുന്ന സബ്സ്ക്രൈബേഴ്സിനോട് സ്നേഹം മാത്രം. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ വിത്ത് ലവ്, അജി ഉത്തമൻ.